നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ കണ്ടംപററിയിലൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ ആ വീടിൻ്റെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് കാണിക്കൂ എന്നുള്ളത്. ആക്ച്വലി ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പണിത് കഴിഞ്ഞിട്ട് 2 വർഷം പൂർത്തിയായിട്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. നല്ല ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയിൽ നമ്മൾ വീട് പണിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ 2 ബോക്സി ടൈപ്പ് ഡിസൈൻസ് ആണ് എലിവേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലിവിങ് റൂമിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഈ ഒരു ബോക്സ് ആണ്. ഒന്ന് നേരെ മുകളിൽ ബെഡ്റൂമിൻ്റെ ബാൽക്കണി, അറ്റാച്ച്ഡ് ബാൽക്കണി ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ബോക്സ് ടൈപ്പാണ്. കളർ പാലറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു എർത്തി ടോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ വെറും ഒരു ബോക്സി ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന മഴയുടെ പ്രശ്നങ്ങളൊക്കെ വീടിന് വരാം. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡ് വരുന്ന രീതിയിൽ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്ലാബ് പ്രൊജക്റ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്ലാബ് ഇങ്ങനെ കാർ പോർച്ച് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ലെങ്തി ആയിട്ടുള്ളൊരു സ്ലാബായിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ചാണ് നൽകിയിരിക്കുന്നത്. ഒരേ സമയത്ത് ഒരു കാറിനും 2 സ്കൂട്ടറിനും നിർത്താൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ നനയാത്ത രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. നോക്കിയേ, ഈ ഒരു സ്ലാബ് വരുന്നത് ഏകദേശം 2 മീറ്റർ മാറിയിട്ടാണ് സ്ലാബ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഒരു സ്റ്റെപ്പുകൾ നനയാത്ത രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ വരുന്നത്. 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് നമുക്കൊന്ന് കയറാം. നേരെ നമ്മൾ ഇൻറ്റീരിയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് ആണ് കാണാൻ സാധിക്കുക. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നൽകിയിരിക്കുന്നു. വലിയ ഫുൾ ഹൈറ്റിലാണ് കർട്ടൻ നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഫുൾ വെനീർ പാനലിങ് ചെയ്തിട്ടൊരു വുഡൻ ആംബിയൻസിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു സ്ലൈഡിങ്ങിൽ ചെറിയൊരു മെക്കാനിസം ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ നമുക്ക് ഇവിടെ ഒരു വാള് വെച്ചിട്ട് കംപ്ലീറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇതൊരു വളരെ ചെറിയ സ്പേസ് ആയിട്ട് മാറും. പകരം ഈ ഒരു ഫോയർ സ്പേസും കൂടെ ഇൻക്ലൂഡഡ് ആവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത്, പ്രൈവസി ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു ഡോർ ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ സ്ലൈഡിംഗ് ആയിട്ട് ക്ലോസ് ചെയ്യാം. അടിയിൽ ട്രാക്കുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കംപ്ലീറ്റ് സിസ്റ്റവും മുകളിലാണ് നൽകിയിട്ടുള്ളത്. സോ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ലിവിങ് റൂം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഓപ്പൺ ആക്കിയിടണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ കോമൺ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വലതു ഭാഗത്താണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചണ് വരുന്നുണ്ട്. ഈ വർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഡിസൈനേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. AMF ഡിസൈൻ സ്റ്റുഡിയോ 2024 നബീൽ ആൻഡ് ഫാമിലിക്ക് വേണ്ടി കാലിക്കറ്റ് വെങ്ങേരിയിൽ ഫിനിഷ് ചെയ്ത വീടാണിത്. ഞങ്ങൾ വളരെ സിമ്പിൾ ഒരു മോഡേൺ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ ഈ ഒരു വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലോറിങ്ങിൽ ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ്. 6x4 വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മോഡേൺ സ്റ്റൈലിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. 3000+ സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. ഇനി ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഡൈനിങ് ടേബിൾ സെറ്റ്. 8 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ്. മാത്രമല്ല ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് ഈ വീടിന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മുകളിലൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡിസൈൻ എലമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫാമിലി ലിവിങ് സ്പേസ് എന്ന് കാണാം. ഒരു ലോഞ്ചർ ടൈപ്പ് സോഫ സെറ്റാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഇതും ഒരു ഡബിൾ സ്പേസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് സ്പേസ് ആണിത്. ഫുൾ ഹൈറ്റിലാണ് കർട്ടൻ ചെയ്തിരിക്കുന്നത്. വലിയ വിൻഡോസും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഒരു ആൻറ്റിക് വുഡൻ ഷെയ്ഡാണ് ഇവിടെ വാളിനെല്ലാം നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുണ്ട്. നേരെ നമ്മുടെ ലിവിങ് സ്പേസ് നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ
ഔട്ട്സൈഡ് നമുക്ക് നല്ല ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വീടിനകത്തേക്ക് നല്ല ലൈറ്റ് വരാനും വിൻഡോ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് മനോഹരമായിട്ടുള്ള ഒരു പാറ്റിയോ ഏരിയ കൂടെ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാറ്റിയോ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങും പാറ്റിയോയും തമ്മിൽ ഇതേപോലെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉപയോഗിച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്നാൽ എന്ന് പറയുന്ന കമ്പനിയുടെ അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ പാറ്റിയോയിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴ്ചയിലാണ് ഈ ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കും നിങ്ങൾ. ഇതേപോലെ നല്ല ഭംഗിയുള്ള വേർട്ടിക്കൽ ഗാർഡൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വാട്ടർ ഡ്രെയിൻ ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ആംബിയൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പാറ്റിയോയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റിയോ സ്പേസിനോട് ചേർന്ന് ഈ ഒരു സ്പേസിലാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ ഏരിയ ഒരു സ്റ്റെപ്പ് താഴ്ചയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 2 വാഷ് ബേസിൻസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ള വാഷ് ബേസിൻ ഏരിയ. ഒരു ഡ്യുവൽ ടിൻസ് മോഡലിൽ 2 വാഷ് ബേസിൻസ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു വാനിറ്റി കൗണ്ടറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ കിച്ചൺ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. 3 ഹൈ ചെയർസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല പ്രീമിയം ഫിനിഷിൽ വരുന്ന 3 ഹൈ ചെയർസ് നൽകിയിട്ടുണ്ട്. കോട്ട്സ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തീമാണ് കിച്ചന് നൽകിയിരിക്കുന്നത്. ഒരു പെയിൽ ഗ്രീൻ ടച്ച് വരുന്ന ടൈൽസ് ആണ് വാളിൽ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ചെറിയ ടൈൽസുകൾ വാളിൽ ഫിനിഷായിട്ട് നൽകിയത്. കംപ്ലീറ്റ് ആയിട്ടൊരു സിമിലർ ഫിനിഷിൽ വരുന്ന കോട്ട്സ് ആണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിരിക്കുന്നത്. ചെറിയൊരു സ്പേസിലാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഹുഡ് ആൻഡ് ഹോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. തൊട്ടടുത്ത് തന്നെ റെഫ്രിജറേറ്റർ സ്പേസ് വരുന്നുണ്ട്. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കോമൺ സ്പേസിൽ കണ്ടിരിക്കുന്ന ഒരു വെനീർ സീലിംഗ് തന്നെയാണ് ഓപ്പൺ കിച്ചണിൽ നൽകിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള രീതിയിലാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ പ്ലൈവുഡിൽ ലാക്വേർഡ് ഗ്ലാസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത സമയത്ത് വർക്ക് ഏരിയ സ്പേസിൽ അലുമിനിയത്തിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ വർക്ക് ഏരിയ സ്പേസ്. 2 ഭാഗത്തും ക്യാബിനറ്റുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു സ്റ്റൗ ഇവിടെയുണ്ട്. സിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓവനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ നൽകിയിട്ടുള്ളത് ഒരു സ്റ്റോർ റൂം സ്പേസ് ആണ്. കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ നല്ലൊരു സ്പേസ്. ഇത് ഈ വീട്ടിലെ എക്സിറ്റ് ഡോറാണ്. ഇനി ബെഡ്റൂമുകളുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഡിസൈൻ വരുന്നത്. നേരെ നമ്മൾ റൂം ഡിസൈനിലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ബെഡ്റൂം ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ മോഡേൺ ഡിസൈൻസ് ആണ് ബെഡ്റൂമുകൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഒരു മെറൂൺ ഷെയ്ഡാണ് ഇവിടെ ഹെഡ് ബോർഡ് ആണെങ്കിലും വാളിൽ നൽകിയിട്ടുള്ള ടെക്സ്ചർ ആണെങ്കിലും ഒക്കെ ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നു. അവിടെ വലിയൊരു കർട്ടൻ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. അതിനോട് ചേർന്ന് ഈ ഒരു വാളിൽ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുകയാണ്. വാർഡ്രോബ് ഫുൾ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മിറർ സെപ്പറേറ്റ് നൽകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഡോറ് തന്നെ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഫുൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം വരെ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിന് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം. ഷെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ഹെഡ് ബോർഡ്, വാളിൽ കൊടുക്കുന്ന ടെക്സ്ചർ, അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന ബെഡിങ് സെറ്റ്, അതായത് ഈ കംഫർട്ടർ, പില്ലോസ്, ഇതെല്ലാം ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടെയും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഡോറായിട്ടാണ്. അരിസ്റ്റോയുടെ ഡോഴ്സാണ് നൽകിയിരിക്കുന്നത്. അരിസ്റ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സ് ചെയ്യുന്ന കമ്പനിയാണ്. അവരുടെ ഷട്ടേഴ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്ലൈഡിംഗ് ആണ്. നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വാളിനോട് ചേർന്നിട്ട് ഹാൻഡ് റെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് കയറണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പിടിച്ച് കയറാൻ പറ്റും. ഒരു ഡോഗ് ലെഗ് ഷേപ്പിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ലാൻഡിങ് വരുന്നു. അതിനുശേഷം നേരെ മുകളിലേക്ക് വീണ്ടും സ്റ്റെപ്പുകൾ വരുന്ന രീതിയിലാണ്. ഇവിടെ വരുന്ന സമയത്ത് 2 ഭാഗത്തും ഗ്ലാസ് ഹാൻഡ് റെയിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ലഭിക്കുക. ഫുൾ ഡബിൾ ഹൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ നേരെ വരുന്നത് ഒരു പാസേജ് സ്പേസിലേക്കാണ്. ഇവിടെ നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസിലേക്കുള്ള ഒരു വിസിബിലിറ്റി, ഇവിടെ നമ്മുടെ ഡൈനിങ്ങിലേക്കുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. 2 ബെഡ്റൂമുകളാണ് വലത് സൈഡിലും ഇടത് സൈഡിലുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ബെഡിങ് സെറ്റുകളൊക്കെ നൽകിയിരിക്കുന്നത്.
രണ്ട് ഭാഗത്തും വലിയ വിൻഡോസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കർട്ടൻസ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഇതേപോലെ ഒരു അറ്റാച്ച്ഡ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണി സ്പേസ് പോലെ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഫിക്സഡ് ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ഗ്രില്ലൊക്കെ നൽകിയിരിക്കുന്നു. കർട്ടൻസ് ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യേണ്ട സമയത്ത് കർട്ടൻസ് ക്ലോസ് ചെയ്തിടാൻ സാധിക്കും. ഇതാണ് ഹെഡ് വാളിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡേൺ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ വാർഡ്രോബ് ഉണ്ട്. ഗ്ലാസ് വാർഡ്രോബാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ കാണാം. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഹെഡ് വാൾ ഡിസൈൻ വരുന്നത്. എല്ലാ റൂമിലുള്ളതുപോലെ വലിയ വിൻഡോസ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അലുമിനിയം സിസ്റ്റം വിൻഡോസ് തന്നെയാണ് വിൻഡോസിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വാർഡ്രോബും വരുന്നുണ്ട്. ഗ്ലാസ് വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പതിവ് പോലെ ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് AMF ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനമാണ്. കോഴിക്കോട് തൊണ്ടയാടാണ് അവരുടെ ഓഫീസ് വരുന്നത്. നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ സ്റ്റൈൽ, അതിന് മോഡേൺ ആയിക്കോട്ടെ, കൊളോണിയൽ ആയിക്കോട്ടെ, വേറെ ഏത് ഡിസൈൻ സ്റ്റൈലാണെങ്കിലും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഫേമാണ് AMF ഡിസൈൻ സ്റ്റുഡിയോ. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് നമ്പറും സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. അവരെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.